ഹായ് ഗൈസ്, എൻ്റെ രണ്ടാമത്തെ സ്റ്റുഡൻ്റ് ആണ് ബുള്ളറ്റ് ഓടിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്, ജാസ്മിൻ. അപ്പോൾ ജാസ്മിൻ ഇന്നലെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്തായിരുന്നു. വണ്ടിക്ക് ഇത്തിരി ഹൈറ്റ് കൂടുതലുണ്ട്. ജാസ്മിൻ ഇത്തിരി അപ്പം ഉണ്ട് എൻ്റെ ഈ ഒരു ഹൈറ്റിലുള്ളൂ ജാസ്മിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഇപ്പം എൻ്റെ ഹൈറ്റുള്ള ലെവലിലാണ് വണ്ടി സീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ റെഡി ആക്കിയിരുന്നത്. അപ്പോൾ അത് വെച്ച് കയറി ചെയ്യുമ്പോഴത്തേക്കും ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സീറ്റൊന്ന് കസ്റ്റം ചെയ്ത് ഇത്തിരി ഹൈറ്റ് കുറച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ജാസ്മിൻ എന്തായാലും കാലെത്തും. ടൂ വീലർ ഓടിക്കും, സ്കൂട്ടിയാണ് വണ്ടി, പിന്നെ കാർ ഓടിക്കും അല്ലേ? ഗിയറുള്ള ബൈക്കൊന്നും ഓടിച്ചിട്ടില്ല. വീട്ടിൽ ബൈക്ക് ഉണ്ടെന്ന് നമ്മള് ബുള്ളറ്റ് ക്ലാസിക് ഉണ്ട്, ഹസ്ബൻഡിന് ക്ലാസിക് ഉണ്ട്. അപ്പോൾ ജാസ്മിൻ എന്തായാലും ഓടിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം അല്ലേ? അപ്പോൾ ജാസ്മിൻ ഓടിക്കാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓടിക്കാൻ പറ്റും. കാരണം കുറേ പേര് എൻ്റെ അടുത്ത് കമന്റ് ആയിട്ട് ചോദിക്കാറുണ്ട് ഹൈറ്റ് കുറവാണ്, ബുള്ളറ്റ് ഓടിക്കുന്ന ആഗ്രഹം കൊണ്ട് പറ്റും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ജാസ്മിൻ ഓടിക്കാൻ പറ്റും, നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ട്രൈ ചെയ്യാം അല്ലേ? കയറി ഇരുന്നിട്ട് ഒന്ന് ബാലൻസ് ആയിട്ട് നമുക്ക് ബാക്കി റെഡിയൊക്കെ നോക്കാം. കയറിൽ ഒന്ന് ബാലൻസ് ചെയ്യണം, വണ്ടി സ്റ്റഡി ആക്കി വെച്ചിട്ട് രണ്ട് കാലിന് ഈക്വൽ ആയിട്ട് ഒന്ന് ബാലൻസ് ഒന്ന് കറക്റ്റ് ആക്കി എന്നിട്ട് ജസ്റ്റ് ഒന്ന് അനക്കിയൊക്കെ ഒന്ന് നോക്ക് പറ്റുന്നുണ്ടോ. അങ്ങോട്ട് കൊണ്ടൊന്ന് വണ്ടി ചരിച്ച് നോക്ക് ബാലൻസിൽ നിൽക്കണ്ടോ എന്നുള്ളത്. കാരണം ബ്രേക്ക് ചവിട്ടി നിർത്തുമ്പോഴത്തേക്ക് നമുക്ക് മറിഞ്ഞു പോയാൽ മൊത്തത്തിൽ വീഴും. പേടിക്കാനുള്ള ക്രാഷ് കാർഡ് ഉണ്ട്, കാലുമേലേക്കൊന്നും വീഴില്ല, വണ്ടി വിട്ടിട്ട് മാറിയാൽ മതി. പക്ഷെ എന്നാലും വീഴാണ്ടിരിക്കാന്നുള്ള നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. പരിക്കൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇവിടെ വെച്ചായതുകൊണ്ട് ഹെൽമെറ്റ് ഒന്നും ഞാൻ വയ്പ്പിക്കുന്നില്ല, കാരണം ഹെൽമെറ്റ് ഒക്കെ വെച്ചാൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിപ്പോൾ. തൽക്കാലം അല്ലാണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ നോക്കാം കേട്ടോ. സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ അത് സ്റ്റാൻഡ് ഫസ്റ്റ് വളരെ സാവധാനത്തിൽ, കാരണം പുറകെ എനിക്ക് ഓടിയെത്താനൊന്നും പറ്റുന്നതല്ല. അപ്പോൾ വളരെ പയ്യെ പോവുക. ബ്രേക്ക് കാല് കറക്റ്റ് ബാലൻസ് ആണെങ്കിൽ അത് തൽക്കാലം ബ്രേക്ക് പിടിക്കുക. പക്ഷെ ഒറ്റപ്പെടുത്താൻ പിടിച്ചാൽ മറിഞ്ഞു വീഴും, നിന്നിട്ട് വീഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പയ്യെ ബ്രേക്ക് പിടിക്കുക. ഭയങ്കര പേടിയായിരുന്നു ജാസ്മിന്, എന്ത് ചെയ്തിട്ട് രക്ഷ ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ കാണിച്ചില്ല എന്നുള്ളൂ. പക്ഷെ ഇപ്പൊ സംഭവം ഉഷാറായിട്ട് ഫസ്റ്റ് ഇയറിലാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. ബാലൻസ് ആയിട്ടുണ്ട്. ഈ മെയിനായിട്ട് ഈ ഒരു ബാലൻസ് ഇട്ടാന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം പയ്യെ റെഡി ആയിക്കോളും. നോക്കാം നമുക്ക് കേട്ടോ. ഹാപ്പിയായി. ക്ലച്ച് പിടിച്ച് ബ്രേക്ക് ഉണ്ട്. ക്ലച്ച് പിടിച്ച് ബ്രേക്ക് ഇട്ട് നിൽക്കും. ഓക്കെ അല്ലേ? സെറ്റ് ആയില്ലേ? എങ്ങനെയുണ്ട് ഫീലിംഗ് എന്ന് പറഞ്ഞേ? സത്യമായിട്ട് പറഞ്ഞേ. വണ്ടി ഓഫ് ചെയ്യ്. ഇതിലും ഓഫ് ചെയ്യാട്ടോ പവർ. ഇതിലും കറക്റ്റ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞേ. സന്തോഷമായ? സന്തോഷം. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്ന് എനിക്ക് ഇത്ര ഓടിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഓർത്തില്ല, എന്നാലും കുഴപ്പമില്ല. സന്തോഷമായി അല്ലേ? ഒന്ന് ശ്രമിച്ച വീട്ടിലെ ബൈക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓടിച്ച് പഠിക്കാവുന്ന ദിവസമുള്ളൂ കേട്ടോ. അതൊന്നും വേണമെങ്കിൽ നമുക്ക് ഹൈറ്റ് ഓർക്കണമെങ്കിൽ കസ്റ്റം ചെയ്ത് തരാം, റെഡി ആക്കി തരാം, പേടിക്കണ്ട കേട്ടോ. നമുക്ക് ഓടിക്കാൻ സെറ്റപ്പ് ആക്കാതെ. അപ്പം എന്തായാലും ഹാപ്പി ആയി ജാസ്മിൻ. അപ്പൊ നമുക്ക് എന്തായാലും പഠിക്കാം. സെക്കൻഡിൽ പഠിക്കാം. എന്തായാലും ഇത് വീഡിയോ ലെഗ് ആയി പോകും. ഞാനിപ്പോൾ എന്തായാലും ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതിന്റെ ബാക്കി റോഡ് കൂടെ ഓടിക്കുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ടൊക്കെ കാണിക്കാം എന്തായാലും അല്ലേ ജാസ്മിൻ? അപ്പോൾ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.